11,999 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഗെയിമിംഗ് അതുപോലെ തന്നെ 5G ഫോൺ, നല്ലൊരു റിയർ ക്യാമറ ഫോൺ. അതാണ് ഇൻഫിനിക്സിന്റെ ഹോട്ട് 20 5G എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. ഫിസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്, പ്ലാസ്റ്റിക് ബോഡി. പക്ഷേ നമുക്കൊരു ഡുവൽ ക്യാമറ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു സിംഗിൾ ക്യാമറയാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AI സെൻസറാണ്. പിന്നീട് നമ്മുടെ ഫ്രണ്ടിലായിട്ട് 6.58 ഇഞ്ചിന്റെ ഒരു IPS LCD 120 Hz റിഫ്രഷ് റേറ്റിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 500 നിറ്റ്സ് ആണ് അതിന്റെ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമും പ്ലാസ്റ്റിക് ബാക്കും ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. വെയിറ്റ് നോക്കുന്ന സമയത്ത് 204 ഗ്രാം ആണ് ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്. പവർ ബട്ടണിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഫിംഗർ പ്രിന്റ് റീഡർ ആണ്. അതായത് പവർ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫിംഗർ പ്രിന്റ് റീഡറും ആക്ടിവേറ്റ് ആവും. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സിം ട്രേ ഉണ്ട്, റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബ്രോക്കറും, പിന്നീട് ബോട്ടം സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 3.5 mm ഒരു ഓഡിയോ പോർട്ടും ഒരു Type-C പോർട്ടും സ്പീക്കർ വെൽസും കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലായിട്ട് 8 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ്, അതൊരു നോച്ചോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ. പെർഫോമൻസ് ലെവലിൽ നമ്മൾ നോക്കുന്ന സമയത്ത് MediaTek Dimensity 810 ആണ് ഇതിന്റെ പ്രോസസർ എന്ന് പറയുന്നത്. 4GB റാം, 64GB ഇന്റർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് Android 12 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഓരോന്നായിട്ട് നമുക്ക് പറയാം. ആദ്യത്തത് ഇതിന്റെ ഡിസ്പ്ലേ ഒരു AMOLED ഡിസ്പ്ലേ ഒന്നുമല്ല, ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ നമ്മൾ പണ്ടത്തെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻഫിനിക്സിന് അവരുടെ ഫോണുകളിൽ IPS ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നല്ല കളർ കാലിബ്രേഷൻ ആണ്. അത് ഇതിൻ്റെ അകത്തും നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഓവറോൾ ഫോൺ യൂസേജ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. പണ്ടൊക്കെ ഒരു സ്റ്റട്ടറിംഗ് ഒക്കെ വരുമായിരുന്നു ഈ 4GB റാമുള്ള ഫോണൊക്കെ, കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഗെയിമിങ്ങിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ആസ്ഫാൾട്ട് 9 നമ്മൾ ട്രൈ ചെയ്തപ്പോൾ സർപ്രൈസിംഗ്ലി ഭയങ്കര പെർഫോമൻസ് ആണ് ഇതിന് കാഴ്ചവെക്കാൻ പറ്റിയത്. നല്ല ടെക്സ്ചർ ക്വാളിറ്റി ഉണ്ടായിരുന്നു, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, ഹിക്കപ്പോ ലാഗോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഭയങ്കര സ്മൂത്ത് ആയിട്ടും ഭയങ്കര രസമായിട്ടും ഭയങ്കര ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഗെയിം പ്ലേ എൻജോയ് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 20 5Gക്കകത്ത് പറ്റി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫീഡ്ബാക്കുകൾ ഒരുപാട് ഈ ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് കേൾക്കുന്നുണ്ട്. അതിനുശേഷം അവർ കൊണ്ടുവരുന്ന ഫോണുകളിലെല്ലാം നല്ല രീതിക്ക് അവർ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഇനി നമ്മുടെ ക്യാമറ സൈഡ് നോക്കുന്ന സമയത്ത് റിയർ ക്യാമറ ഒരു 50 മെഗാ പിക്സലിന്റെ ഒരു ഷൂട്ടറാണ്. 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ക്രിസ്പ് ആൻഡ് ക്ലിയർ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. കളർ കറക്ഷൻസ് എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ കളർ ബാലൻസിങ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ബൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഏതെങ്കിലും പൂവ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കായോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല നല്ല അടിപൊളിയായിട്ട് ബൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ടെക്സ്ചേഴ്സും ഡീറ്റെയിൽസും കിട്ടുന്നുണ്ട്. ക്യാമറ സൈഡ് ഒരു രക്ഷയില്ല റിയർ ക്യാമറ. ഫ്രണ്ട് ക്യാമറ വൻ ശോകമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അതിനകത്ത് സെൽഫി എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നത് 1080p 30 FPS അപ്പോൾ വീഡിയോ സാമ്പിളും ഫോട്ടോ സാമ്പിളും ഞാൻ ഒരു ഡ്രൈവ് ലിങ്ക് ആയിട്ട് കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കയറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ചില സമയത്ത് ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എടുത്ത് കളയും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ടോട്ടലി ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11,999 രൂപ, അതായത് 12,000 രൂപയ്ക്ക് ഒരു 5G ഫോൺ, അറ്റ് ദ സെയിം ടൈം നല്ല ഒരു ഗെയിമിംഗ് പെർഫോമൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ല ക്യാമറയും കിട്ടുന്ന ഒരു ഫോണാണ് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ളത് 5000 mAh ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഉണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ക്യാമറ, അതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ്, അതുപോലെ തന്നെ ഇതൊരു 5G ഫോണാണെന്നുള്ളൊരു കാര്യവും, പിന്നെ ഇതിൻ്റെ പ്രൈസ് ഫാക്ടറും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇൻഫിനിക്സ് കുറച്ചുകൂടി ബെറ്ററായി വരുന്നു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണോ ഡിസൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർലി അല്ല. നോച്ച് കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളാണ്. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്കൊരു 5G ഫോൺ ആസ്വദിക്കാം, അതുപോലെ തന്നെ ഗെയിമിംഗ് ആൻഡ് നല്ലൊരു ക്യാമറ. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നിരിക്കും. ബൈ.